ജാനു, ഇവിടെ വാ. എടി, നിന്നെയാണ് വിളിച്ചത്. ഇങ്ങോട്ട് വരാൻ. കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ സംഭവിച്ചത്? പറവണ്ണ, എന്ത് പറ്റി? ജാനു, ജാനു, കാര്യം എന്താന്ന് വെച്ചാ പറയടി. പതുക്കെ പതുക്കെ. നാട് നീളെ നീ നടന്ന് കണ്ട സിനിമയൊക്കെയാണ് ഈ ഛർദ്ദിച്ചു വെക്കുന്നത്. രാമദ്രോഹി. അരസനെ നമ്പി പുരുഷനെ കൈവിട്ടു. പാരസനുമില്ല, പുരുഷനുമില്ല. നല്ലൊരു ചെറുക്കൻ അവനെ കൈവിട്ടല്ലോടി. രാമദ്രോഹി. ഒരു ഛർദ്ദന. ഞാൻ വാസുവിനെ ഒന്ന് കാണാമെന്നാണ്. എന്താ ആലോചിക്കുന്നത്? അദ്ദേഹത്തിനോട് കയറി ഇരിക്കാൻ പറയൂ. വരണം. ഇരുന്നാട്ടെ. വാസു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വാസുവിന്റെ മേലധികാരിയായിട്ടല്ല. എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. ഇത് കൊള്ളാമല്ലോ സാറേ. എന്റെ വീട്ടിൽ വന്ന് എന്നോട് തന്നെ ലോ പോയിന്റ് പറയുന്നു. ലോ പോയിന്റ് വാസു എനിക്ക് വെച്ചിരിക്കുന്ന പേരാണല്ലേ? എനിക്കറിയാം. ഓഫീസിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസു, വലിയ ഉദ്യോഗം, വലിയ വീട്, വലിയ കാറ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഞാൻ അനാഥനാണ്. വാസുവിനോടും ജാനുവിനോടും എനിക്കൊരു പ്രത്യേകത തോന്നാനുള്ള കാരണവും അത് തന്നെയാണ്. വാസുവിന് സമ്മതമാണെങ്കിൽ ഞാൻ ജാനുവിന് വിവാഹം കഴിക്കാം. വളരെയേറെ പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധ്യമല്ലെന്ന് പറയരുത്. ഇതിലും വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വരാനുണ്ടോ? ഇത്ര പെട്ടെന്ന് സാറിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ കാരണം വല്ല പ്രേമോ മറ്റാണോ? ഒന്നുമല്ല. ജാനുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. അങ്ങനെ പറയണം. പ്രേമിക്കാനെന്നുള്ള കിട്ടില്ല. എന്റെ അനിയത്തിയെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ജാനുവിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. വാസു സമ്മതിച്ച ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ കാര്യമല്ലേ സാർ? പെട്ടെന്ന് മറുപടി പറയാനൊക്കുവോ? ആലോചിക്കട്ടെ. ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. അത് വേണ്ട. സാറ് നാളെ രാവിലെ പങ്കിയക്കന്റെ കടയുടെ നടയിൽ വന്നാൽ മതി. ഞാനവിടെ കാത്തു നിൽക്കാം. ഉറക്കം വരുന്നില്ല അല്ലേ? എങ്ങനെ ഉറങ്ങും ചേച്ചി? വെറുതെ അതും ഇതും ആലോചിക്കാതെ നിന്റെ ചേട്ടൻ തീർച്ചയായും സമ്മതിക്കും. ചേട്ടൻ അദ്ദേഹത്തോട് സ്നേഹമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അത് ജന്മഗുണം. ജാത്തിയാലുള്ളത് തൂത്താ പോമോ? ജാനു, നിനക്ക് എഞ്ചിനീയർ സാറിനെ ഇഷ്ടമാണോ? ആ, എങ്കിലേ കല്യാണം നടന്നിരിക്കുന്നു. ഉറങ്ങുറങ്ങ്. പാസോണെന്റെ മുഖത്തിന് എന്തൊരു വല്ലായ്മ. ആർക്കറിയാം? ഏതായാലും ആ മുഖത്തിന്റെ ഭാവം കണ്ടിട്ട് എന്തോ കാര്യമായി നടക്കുന്ന ലക്ഷണമുണ്ട്. എന്തോ കാര്യമായിട്ടുണ്ട്. എഞ്ചിനീയർ സാർ ഇരിക്കണം. ഒരു ടീ കഴിക്കുന്നു? വേണ്ട. പിന്നെ വാസു എന്ത് തീരുമാനിച്ചു?
ശങ്കുണ്ണി, എന്താ വാസുണ്ണ? വാ എന്റെ അവിടെ വരാൻ. എഞ്ചിനീയർ സാർ, എനിക്ക് പണക്കാരെ വെറുപ്പാണ്. ഈ നിൽക്കുന്ന ശങ്കുണ്ണി പണക്കാരനല്ല, തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണ്. കൂലിവേല ചെയ്തും ചോറുപൊതി വിറ്റും ഇവൻ കഷ്ടപ്പെട്ട് സ്വന്തമായി ഉണ്ടാക്കിയതാണ് ആ മുറുക്കാങ്കട. എന്റെ പെങ്ങളെ ഞാൻ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വാസുണ്ണ, നീ ഒന്നും പറയണ്ട. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടല്ലോ. നാളെ തന്നെ നിശ്ചയം നടക്കട്ടെ. നിന്റെ ബന്ധുവായിട്ട് ആരെങ്കിലും കാണുമല്ലോ, അയാളെ വിളിച്ചുകൊണ്ട് നാളെ വീട്ടിലേക്ക് വാ. എന്റെ പെങ്ങളെ ഞാനൊരു പാവപ്പെട്ടവനെ കൊടുക്കും. ശങ്കുണ്ണി ജാനുവിനെ ജീവനെ പോലെ നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ? വാസുവായുള്ള ബന്ധം അവനൊരു താങ്ങാവുമെന്ന് കണ്ടോ? എനിക്കായാലും തൃപ്തിയാ. നീ എന്താടി നോക്കി നിൽക്കുന്നേ? അടുക്കള വിട്ടില്ലേ? ജാനുവിന്റെ കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തേക്ക്. ആ എവിടെ പോവാ? അതിങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ചേട്ടനൊന്ന് വിളിച്ചാലോ? ഞാൻ പിടി കേട്ടോളാം. നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ മതി. ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. കാപ്പിയോട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ജാതകം കൂടെ നടത്തിക്കളയാം. കാപ്പി കുടിച്ചോ, പക്ഷെ ജാതകം കൂടെ വേണ്ട. കമലാക്ഷി, ആ കമലാക്ഷി തന്നെയാ പറഞ്ഞത്, ജാതകം കൂടെ വേണ്ടെന്ന്. ജാനുവെന്ന് വിളിക്കാൻ 7 മുഴം നാക്കുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോഴവിടെ അന്ധകാരത്തിലേക്ക് തള്ളിവിടാൻ പോകുന്നല്ലേ? എന്റെ അനിയത്തിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ എന്റെ ഭർത്താവാണ് ഹേ. ഭർത്താവിനെ അനുസരിക്കുക മാത്രമല്ല ഒരു ഭാര്യയുടെ ജോലി. ഭർത്താവ് വിവരക്കേട് കാണിച്ചാലേ ഗുണദോഷിക്കാനും അവൾക്ക് അവകാശമുണ്ട്. ജാനുവിനെ ഈ കോന്തച്ചാറിനെ കെട്ടിക്കൊടുക്കുമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എന്നാൽ എനിക്കതൊന്ന് അറിയണം. അമ്മാവനെ തൽക്കുറിയും എടുക്കും. കല്യാണം നിനക്ക് ഇത്ര ധിക്കാരോ? നിന്നെ വക വരുത്തിയിട്ട് ഞാൻ നടക്കും. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കും. എനിക്ക് പിടിക്കാത്തവൻ കോടീശ്വരനായാലും ശരി, എന്റെ ചെരുപ്പിന് സമമാണ്. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല. പിന്നെയാണ് നിന്നെ പറയുന്നു. നിന്നെ ഞാനിന്ന് കൊല്ലും. ചേച്ചി ഉപദ്രവിക്കരുത്. ചേട്ടൻ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എടി അങ്ങേർക്കോ ഭ്രാന്ത് പിടിച്ചു, നിനക്കോ അത് പകർന്നു. ചേച്ചി വരും, ചേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ശങ്കുണ്ണി, നീ പേടിക്കണ്ട. എന്റെ അനിയത്തെ നീ തന്നെ കല്യാണം കഴിക്കും. സാറിന്റെ പഠിപ്പുകൊണ്ട് സാറിന് പോലും പ്രയോജനമില്ലാതെ പോയല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം സാറിന് മനസ്സിലാക്കാൻ. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഞാനും ഇപ്പൊ എന്റെ കിടക്കമുറിയിൽ ഇരുന്നേനെ. സാർ കളസവും വിട്ട് ജീപ്പുമായി നടന്നങ്ങ് പ്രേമിച്ചാ പോരാ, പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തന്റെ ഇടം ആണിനുണ്ടായിരിക്കണം. വാസുവിന്റെ അനുവാദമില്ലാതെ ജാനുവിനെ ഞാൻ രഹസ്യമായി വിവാഹം ചെയ്യണം എന്നല്ലേ കമലാക്ഷി പറഞ്ഞു വരുന്നത്? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോവുക, രഹസ്യമായി കല്യാണം നടത്തുക, ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ആഹാ, അങ്ങനെയാണെങ്കിലേ പഠിച്ചവരൊന്നും പ്രേമിക്കാനും പാടില്ല സാറേ. സാർ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സാറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് പിടിവാശിക്കാരനായ എന്റെ ഭർത്താവ് ആ മുറുക്കാൻ കടക്കാരനെ ജാനുവിനെ പിടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. സാറ് ശരിക്കും ഒരാളാണെങ്കിൽ പലതും ചെയ്യാൻ കഴിയും. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ്. താണ നിലത്തെ നീരോടും. എന്റെ ജാനുവിനാ തെറ്റുപറ്റിപ്പോയത്. ഇനിയെല്ലാം വിധി പോലെ നടക്കട്ടെ. സാറിന്റെ പഠിപ്പും തലയും വെച്ച് അവിടെ ഇരുന്നോണം.